നെയ്തലക്കാവിലമ്മയുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പൂരവിളംബരത്തിനായി തൃശ്ശൂർ നഗരി ആകെ ആവേശത്തിലെത്താൻ പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. ഇനി കടന്നു പോകാനുള്ള ഈ വഴികളിലെല്ലാം നെയ്തലക്കാവിലമ്മയെ വരവേൽക്കാൻ ഭക്തിസാന്ദ്രമായി കൂപ്പ് കൈകളോടെ ഒരുപാട് പേരാണ് ഇവിടെ നെയ്തലക്കാവിലമ്മയെ കാണാൻ, ഈ തിടമ്പ് കാണാൻ, എറണാകുളം ശിവകുമാർ എന്ന ഗജവീരനെ കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നത്. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി യാത്ര തുടരുകയാണ്. വിയ്യൂരെത്തി. ഇപ്പോൾ ഇനിയും 3 കിലോമീറ്ററോട് കൂടിയുണ്ട് യാത്ര. ഇനി അത് മണികണ്ഠനാലിലെത്തുമ്പോൾ മേളപ്പെരുമയോടെ, അതായത് പൂരം കൊട്ടിക്കയറുകയാണെന്ന് പറയുന്നത് പോലെ ഇവിടെ നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി യാത്ര തുടരുകയാണ്. അത് മണികണ്ഠനാലിലെത്തുമ്പോൾ അത് മേളപ്പെരുപ്പത്തോടുകൂടി പൂരം എത്തിപ്പോയി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു വിളംബരത്തിനായാണ് കാത്തിരിക്കുന്നത്. എന്തായാലും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങി കഴിഞ്ഞു. എല്ലാവരും ആവേശത്തിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? പൂരമൊക്കെ എത്തിക്കഴിഞ്ഞില്ലേ? അടിപൊളി. പൊളിക്കാണ് പൂരം. പൊളിച്ചു തുടങ്ങി. ചൂട് വല്ലതും പ്രശ്നമുണ്ടോ? ചൂട് നമുക്ക് ഇതിലൊരു വിഷയമുള്ള കാര്യമില്ല. പൂരം തകർക്കുക, അതാണ് നമ്മുടെ മെയിൻ എയിം. നിങ്ങളെല്ലാം എറണാകുളം ശിവകുമാറിന്റെ ഫാൻസാണോ? എറണാകുളം ശിവകുമാറുണ്ട്. അതുപോലെ ഇന്നത്തെ അല്ല, നാളെയാണ് പൂരം. നാളെയാണ് മെയിൻ സാധനം. വിളംബരമായി കഴിഞ്ഞു. നാളെ നമ്മുടെ രാമൻ ഇറങ്ങുകയാണ്. ഇവിടെ രാമന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. രാമൻ ഇറങ്ങും നാളെ. കാത്തിരിക്കുകയാണ്. ചേട്ടാ, ഇതെന്താണ്? ഇത് കോലത്തിന്റെ മുകളിൽ വെക്കുന്നോ? എപ്പോഴേക്ക് വെക്കും? അത് അവിടെ എത്തുമ്പോ വെക്കും. 10 മണിയാകുമ്പോ അവിടെ എത്തും. നടക്കുകയാണ്. എല്ലാം രാമന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ശിവകുമാറിന് ഫാൻസ് ഇല്ല. അപ്പൊ ഫാൻസ് ഉണ്ട്. അങ്ങനെ നമ്മള്, അതായത് ഇത് നമ്മുടെ ദേവി പോണതാണ്. നമ്മുടെ നെയ്തലക്കാവിൽ ദേവി പോണതാണ്. അതിന് ഫാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ദേവി, അവിടെ എല്ലാ ആനകളും ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാ ആനകളും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഫാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നപ്പോ നിങ്ങൾക്ക് ഉറക്കമില്ലല്ലേ പൂരത്തിന്റെ തലേന്ന്? അത് ഉണ്ടാവില്ലല്ലോ. കാരണം ഇനി ഇവിടെ നിങ്ങളുടെ ദിവസം കംപ്ലീറ്റ് പൂരം തന്നെ. ചേട്ടാ, ഇതിന്റെ പേര് കോലക്കുട എന്ന് പറയും. കോലക്കുട. കുറച്ച് കഴിയുമ്പോൾ ആനയുടെ മുകളിലേക്ക് വെക്കുമല്ലോ. കോലത്തിന്റെ മുകളിലേക്ക് വെക്കും. അവിടെ എത്തിക്കഴിഞ്ഞ് 10 മണി തൊട്ട് ഒരു 11 മണി വരെ അനിയന്മാരുടെ മേളുണ്ട്. ആ സമയത്ത് കോലത്തിന്റെ മുകളിൽ അനിയന്മാരുടെ മേളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? അല്ല, അതെ. ഞങ്ങൾക്ക് പൂരം തുടങ്ങി. ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങി. ഇനി ശനിയാഴ്ച ഉച്ച കഴിയുമ്പോഴാണ് ഞങ്ങളുടെ പൂരം അവസാനിക്കുക. തൃശ്ശൂർക്കാരുടെ ആവേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. പൂരം തുടങ്ങി കഴിഞ്ഞു. ഇനി പൂര വിളംബരത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ഈ നെയ്തലക്കാവിലമ്മയെ സാക്ഷിയാക്കി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരം തുറക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, ആയിരങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ആ നട തുറന്നതിന് ശേഷം ആനപ്പുറത്ത് ഗജവീരനെ സാക്ഷിയാക്കി, ആയിരങ്ങളെ സാക്ഷിയാക്കി ഈ വിളംബരത്തിനായി യാത്ര വീണ്ടും തുടരും. അങ്ങനെ പൂരത്തിന് വിളംബരം നടക്കും. എന്തായാലും ഇന്നും ആയിരങ്ങളാണ് ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ എറണാകുളം ശിവകുമാർ ഉൾപ്പെടെയുള്ള ഗജവീരന്മാരെയൊക്കെ ചമയങ്ങളില്ലാതെ കാണാനാകും എന്ന്, ഈ സഖ്യപുത്രന്മാരെ ഇന്ന് ചമയങ്ങളില്ലാതെ കാണാനാകും എന്നൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഈ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെയൊക്കെ ഈ വർണ്ണപ്പന്തലുകളൊക്കെ കാണുന്നതിന് വേണ്ടി, ആ ഒരു ഒരുക്കം കാണുന്നതിന് വേണ്ടിയും ആയിരങ്ങൾ ഇന്ന് പൂരനഗരിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ പൂരം തുടങ്ങിക്കഴിഞ്ഞു. പൂരം കൊട്ടിക്കയറി കഴിഞ്ഞു. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മണികണ്ഠനാലിലേക്ക് ഈ യാത്ര എത്തുമ്പോൾ